ചെയ്തത് കൊണ്ട് ഞങ്ങൾ അതെന്ന് പറയാൻ ആരും ഇന്നത്തെ സമൂഹത്തിൽ വരുന്നത്. പക്ഷെ നമ്മളൊരു ചെറിയൊരു തെറ്റ് കണ്ടെങ്കിലോ അത് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എന്താണ് ഇഷ്ടമോ, നമുക്ക് എന്താണ് ചെയ്യുന്നത്, അത് നല്ലതാണോ ചെയ്യാം. ഇനിയിപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് പ്രൊജക്റ്റ് വന്ന വർക്ക് പറഞ്ഞിട്ട് വെച്ചിട്ടുള്ള വർക്ക് കുറച്ചുണ്ട്. ഒരു 1, 2, 3 വർക്ക് ഉണ്ട്. പക്ഷെ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടൊരു വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ബഡ്ജറ്റ് ഇതാക്കിയിട്ട് അത് ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാ നല്ലൊരു വർക്കായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ആൾക്കാരെ സപ്പോർട്ടാണ് ഇതുവരെ എത്തിച്ചത്. ഇനി സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാ. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പാട്ട് കൂടി ഒന്ന് 2 വരി മൂളി കൊടുത്താൽ. പാട്ട് അങ്ങനൊന്നും നമുക്ക് പാടാറില്ല, പാട്ടൊന്നും പഠിച്ചില്ല. പറഞ്ഞ സ്ഥിതിക്ക് ഒരു താൽ ബോയ്സ് വിഷനിൽ തന്നെ വന്ന ബദറൊത്ത പെണ്ണ് എന്നുള്ളൊരു 4 വരി ഞാൻ പാടാം. ഓക്കെ. ബദറൊത്ത പെണ്ണ് കുതിരത്തെ കൊണ്ട് ഇശലത്ത മുഖമെന്ന് കണ്ടു ഞാൻ, മുഹബത്തിനാലേ അഴകൊത്ത നിന്റെ ഒളി കണ്ണിൻ മിന്നണ ചേലടി, കനവേറെ കണ്ടു നിൻ ചെഞ്ചോര ചുണ്ടിൽ ചേലത്ത് വിരിയണ പുഞ്ചിരി, മോഹക്കിനാവിൽ എന്നെയുണർത്തും അനുരാഗമാണെൻ്റെ മലരൊളി. ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട് ആൽബത്തിലേക്ക് വരികയും അഭിനയിച്ച് ജനലക്ഷങ്ങളുടെ സ്വീകാര്യത കൈപ്പറ്റിയ അസി മോളാണ് നമ്മോട് ഇതുവരെ സംസാരിച്ചത്. അഭിനയത്തിൽ നിർത്താതെ, പാട്ടിൽ നിർത്താതെ ജീവിതത്തിൽ ഒരു പോലീസ് ആവണമെന്നും അങ്ങനെ ഒരു ആഗ്രഹം മുന്നിൽ വെച്ചുകൊണ്ട് ആ ആഗ്രഹം നേടിയെടുക്കുമെന്നും ഒപ്പം സമൂഹത്തിൽ ഇത്തരം മേഖലകളിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ കടന്നു വരണമെന്ന വലിയ രീതിയിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഇവിടെ ഈ അഭിനയത്തപ്പുറം ആൽബത്തിലെ പ്രവർത്തനങ്ങൾക്കപ്പുറം ഡയറക്ഷനിൽ അപ്പുറം ഇവിടെ അസി മോൾ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സമയം നമ്മുടെ താൽ ബോയ്സ് ടോക്സിന് അനുവദിച്ചതിൽ നന്ദിയും സന്തോഷം. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.